കായംകുളത്തെ പ്രമുഖ ആതുരാലയമായ തോപ്പിൽ മൾട്ടി ആശുപത്രിയുടെ 40ാമത് വാർഷികത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നഗരസഭാ അധ്യക്ഷൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ ഫുൾ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ 1985 തുടങ്ങിയ ഒരു സ്ഥാപനം ഒരു ഫോട്ടവും കിട്ടാതെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തോപ്പിൽ അവരുടെ മനസ്സിന്റെ നല്ല രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കാരണം ഏതൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഏതൊരു സഹായം വന്നാലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ഹോസ്പിറ്റലാണ്. നഗരസഭാ കൗൺസിലർ പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ആതുര രംഗത്ത് 60 വർഷമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബ്രഹ്മാനന്ദനെ ചടങ്ങിൽ ആദരിച്ചു. UDF പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് കിടപ്പുരോഗികൾക്കുള്ള വാട്ടർ ബെഡ് നൽകി. DYSP രാജപ്പൻ റാവുത്തർ കിടപ്പുരോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ്, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവ നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മളുടെ ആ ഒരു ജീവിതശൈലിയിലുണ്ടായ മാറ്റമാണ്. നമ്മൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചേ പറ്റൂ. അതിന് എന്ത് ചെയ്യാം? ഇപ്പം സ്ത്രീകളുടെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വീട്ടിൽ ജോലി ഉള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ നമ്മൾ മറ്റാൾക്കാരൊക്കെ പറഞ്ഞാൽ എനിക്ക് സമയമില്ല, ജോലിക്ക് പോകണം. പക്ഷേ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമം എന്നുള്ളത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ സമയം കണ്ടെത്തി രാവിലെയോ വൈകിട്ടോ 1 മണിക്കൂർ വ്യായാമം ചെയ്യണം. നടത്തയാവാം, ഓട്ടമാവാം, സ്വിമ്മിങ് ആകാം, ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യാം, ഷട്ടിൽ കളിക്കാം. എന്തായാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യായാമ രീതി നമ്മൾ തിരഞ്ഞെടുത്ത് അത് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് കുറേ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ S കേശുനാഥ്, നാസർ, നഗരസഭ മുൻ വൈസ് ചെയർമാൻ K രാജേന്ദ്രൻ, സുബിൻ തോപ്പിൽ, മധു, ശ്രീനിവാസൻ, ജയകൃഷ്ണൻ, ഡോക്ടർ ഗോൾഡി ഉദയൻ, ഡോക്ടർ സംഗീത സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.